Hi everyone. Today we will discuss the Project Tiger article written by Satyajit Ray. It's a chapter in the 10th standard English textbook. So this is the part 2 of the chapter. Part 1 is already done. ഇത് നമ്മൾ പാർട്ട് 2 ആണ് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. പാർട്ട് 1 ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അവിടെ നിന്ന് കാണാത്തവർക്ക് പാർട്ട് 1 കണ്ടതിന് ശേഷം പാർട്ട് 2 കാണാം. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പാരഗ്രാഫ് 10 മുതൽ 18 വരെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്യും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദി ചാപ്റ്റർ. We told him what we wanted. The shooting was taking place near Shiuri in Birbhum. We wanted to show a tiger in a thick bamboo grove. All the animal was required to do was come out of the bamboo grove into an open space. Pace gently for a while. Look at the camera if possible, and then go back. Could a tiger from Bharat Circus do this job? Mr.Thorat nodded. How long will you need it for? Asked the manager. Perhaps a couple of hours for the shooting, I replied. But that would be in addition to the time it will take to travel to and from Shuri. On being told that the travel itself should take no more than 2 days, the manager agreed to put the tiger in its cage and send it in a lorry. He invited us to take a look at the tiger. Do you think it's going to be easy to set the animal free in the bamboo grove? I couldn't help asking. We told him what we wanted. So ഞങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് മാനേജറിനോട് പറഞ്ഞു. Who says? Satyajit Ray says. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് എന്താണ് വേണ്ടിയിരുന്നതെന്ന്. He actually wanted a tiger to shoot the movie. The shooting was taking place near Shiuri in Birbhum. ബർബൂം എന്ന് പറയുന്ന സ്ഥലത്ത് ഷിയൂറി എന്നൊരു പ്ലേസ് ഉണ്ട് ബർബൂമിന് അടുത്തുള്ള. അവിടെ വെച്ചിട്ടാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. വി വാണ്ടഡ് ടു ഷോ എ ടൈഗർ ഇൻ എ thick ബാംബു ഗ്രോവ്. ഒരു മുളം കാട്ടിൽ ടൈഗറിനെ കാണിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആവശ്യം. ഓൾ ദി ആനിമൽ വാസ് റിക്വയർഡ് ടു ഡു വാസ് കം ഔട്ട് ഓഫ് ദ ബാംബു ഗ്രൂവ് into an open space, pace gently for a while, look at the camera if possible, and then go back. ആ കടുവ ചെയ്യേണ്ടിയിരുന്ന കാര്യം ആ കാട്ടിൽ നിന്നും പുറത്തോട്ട് മെല്ലെ ഒരു ഓപ്പൺ സ്പേസിലോട്ട് ഇറങ്ങി വരുന്നു. പേസ് ജെന്റലി ഫോർ എ വൈൽ, കുറച്ച് നിമിഷം ശാന്തമായി നടക്കുന്നു. ലുക്ക് അറ്റ് ദ ക്യാമറ ഇഫ് പോസിബിൾ, അത് ക്യാമറയിലോട്ട് ഒന്ന് ചെറുതായി നോക്കുന്നു. ആൻഡ് ദെൻ ഗോ ബാക്ക്, അത് തിരിച്ച് ആ മുളങ്കാട്ടിലേക്ക് തന്നെ കയറിപ്പോകുന്ന ഒരു സീനായിരുന്നു ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നത്. കുഡ് എ ടൈഗർ ഫ്രം ഭാരത് സർക്കസ് ഡു ദിസ് ജോബ്? ഭാരത് സർക്കസിലെ ഒരു കടുവയെ കൊണ്ട് ഇത് സാധിക്കുമോ? Satyajit Ray asked. Mr.Thorat nodded. Thorat തലകുലുക്കി. How long will you need it for? Asked the manager. നിങ്ങൾക്ക് എത്ര സമയത്തേക്ക് ഈ ടൈഗറിന് ആവശ്യം ഉണ്ടാവും? മാനേജർ ചോദിച്ചു. Perhaps a couple of hours for the shooting. ഷൂട്ടിങ്ങിന് വേണ്ടി ഞങ്ങൾക്കൊരു 2 മണിക്കൂർ സമയത്തേക്ക് മാത്രമേ ഈ ടൈഗറിന് ആവശ്യം ഉണ്ടാവുമെന്ന് Satyajit Ray പറയുന്നു. But that would be in addition to the time it will take to travel to and from Shuri. ഇത് ഷൂരിലോട്ട് പോവുകയും അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് തിരിച്ച് വരികയും ചെയ്യുന്ന സമയത്തിനെക്കാട്ടിലും അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ ആയിട്ട് ഞങ്ങൾക്ക് 2 മണിക്കൂറും കൂടെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. ഓൺ ബീങ് ടോൾഡ് ദാറ്റ് ദ ട്രാവൽ ഇറ്റ് സെൽഫ് ഷുഡ് ടേക്ക് നോ മോർ ദാൻ 2 days, മാനേജർ അഗ്രീഡ് ടു പുട്ട് ദ ടൈഗർ ഇൻ ഇറ്റ്സ് കേജ് ആൻഡ് സെൻഡ് ഇറ്റ് ഇൻ എ ലോറി. എന്തായാലും 2 ദിവസത്തിൽ കൂടില്ല ഷൂട്ടിംഗ് എന്ന് ഞാൻ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തു മാനേജറിന്. അപ്പോൾ അദ്ദേഹം ടൈഗറിനെ ഒരു കൂട്ടിലാക്കി ലോറിയിൽ കയറ്റി അയക്കാമെന്ന് എനിക്ക് വാക്ക് തന്നു. ഹി ഇൻവൈറ്റഡ് us to take a look at the tiger. അദ്ദേഹം ടൈഗറിനെ കാണാൻ വേണ്ടി ഞങ്ങളെ ക്ഷണിച്ചു. Do you think it's going to be easy to set the animal free in the bamboo grove? I couldn't help asking. എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ടൈഗറിനെ ഫ്രീ ആയിട്ട് ഈ കാട്ടിൽ, ഈ മുളങ്കാട്ടിൽ തുറന്നുവിടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. Mr.Thorat frowned. I'm not sure, he replied. I have never let him out of his cage on his own. So really, I don't know. So ഈ ചോദ്യം കേട്ടപ്പോൾ, ഈ ടൈഗറിനെ തനിച്ച് കാട്ടിൽ തുറന്നുവിടാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ Thorat frowned means it's an expression of displeasure. He was actually confused.
അദ്ദേഹത്തിന് ആ ചോദ്യം ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കി, അനിഷ്ടം ഉണ്ടാക്കി. ഐ എം നോട്ട് ഷുവർ, ഹി റിപ്ലൈഡ്. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല എന്നായിരുന്നു തോറാട്ടിൻ്റെ മറുപടി. ഐ ഹാവ് നെവർ ലെറ്റ് ഹിം ഔട്ട് ഓഫ് ഹിസ് കേജ് ഓൺ ഹിസ് ഓൺ. ബിക്കോസ് ഇന്ന് വരെ ഞാൻ ആ ടൈഗറിനെ അതിൻ്റെ കൂട്ടിൽ നിന്ന് സ്വതന്ത്രമായിട്ട് വിട്ടിട്ടില്ല. സോ റിയലി ഐ ഡോണ്ട് നോ. സോ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അറിയില്ല അതിനെ തുറന്നു വിടാൻ സാധിക്കുമെന്ന്. ഐ ഡോണ്ട് നോ. വാട്ട്? Were all our plans going to go down the drain? How could we let the tiger's trainer be seen with the animal? So Satyajit Ray says, എന്ത് ഞങ്ങളുടെ സ്വപ്നം, ഞങ്ങളുടെ പദ്ധതിയെല്ലാം ഇല്ലാണ്ടായി പോകാൻ പോവുകയാണോ? How could we let the tiger's trainer be seen with the animal? മൃഗത്തിൻ്റെ കൂടെ ഇതിൻ്റെ ട്രെയിനറിനെ എങ്ങനെ ഷോട്ടിൽ കാണിക്കാൻ സാധിക്കും? അതൊരിക്കലും എന്തല്ല, പോസിബിൾ അല്ല. കാരണം ഈ അടുത്ത സീനിൽ അവർ ആലോചിക്കുന്നത് എന്താണ്? ഗൂപ്പി ആൻഡ് ബാഗ എന്ന 2 ക്യാരക്ടേഴ്സ് ആ കാട്ടിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവരാരെ കാണുന്നു? They see a tiger. That is a scene. How could Goopy and Bagha be petrified with fear if the supposedly ferocious animal was accompanied by a man? ഈ 2 വ്യക്തികൾ ഗൂപ്പയും ബാഗയും കാട്ടിൽ വെച്ച് ടൈഗറിനെ കാണുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ട്രെയിനർ നിൽക്കുന്നത് കണ്ടിട്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇവർ ഞെട്ടി വിറക്കില്ല. അപ്പം തനിച്ച് വേണം ഈ ടൈഗറിനെ ഈ സീനിൽ കാണിക്കാൻ. സോ ദാറ്റ് ഈസ് very difficult. That is their only issue here. No, we could not allow that to happen. അപ്പോൾ എന്തായാലും ടൈഗറിൻ്റെ കൂട്ടത്തിൽ ട്രെയിനറെ വെച്ചിട്ട് ഒരിക്കലും ഈ സീൻ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഭാഗ ആൻഡ് ഗൂപ്പി ഷുഡ് ബി പെട്രിഫൈഡ്. ഇവർ 2 പേരും പേടിച്ച് വിറക്കണം ഈ ടൈഗറിനെ കണ്ടിട്ട്. ദാറ്റ് ഈസ് ദ സീൻ ദാറ്റ് സത്യജിത് റേ wanted to shoot. Mr.Thorat found a solution. I will tie a wire around the tiger's neck. It will be thin but strong. തൊറാട്ടിന് പെട്ടെന്നൊരു ഐഡിയ കിട്ടി. ഹി ഗോട്ട് എ സൊല്യൂഷൻ, ഒരു പരിഹാരം. ഐ വിൽ ടൈ എ വയർ അറൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്. ഈ ടൈഗറിൻ്റെ കഴുത്തിൽ ഞാനൊരു വയർ കണക്ട് ചെയ്യും. ഇറ്റ് വിൽ ബി തിൻ ബട്ട് സ്ട്രോങ്. വളരെ നേർത്ത വയറായിരിക്കും, നേർത്ത ഒരു കമ്പി. ബട്ട് ദാറ്റ് വിൽ ബി വെരി സ്ട്രോങ്. നല്ല കട്ടിയുള്ള ഒരു വയർ. If the wire was thin enough, perhaps it would remain invisible to the camera. ആ കമ്പി വളരെ ചെറുതാണെങ്കിൽ, ആ വയർ വളരെ തിന്നാണെങ്കിൽ, മെലിഞ്ഞതാണെങ്കിൽ ഒരിക്കലും അത് ക്യാമറയിൽ പെടില്ല ഷൂട്ടിങ്ങിൽ. ബട്ട് ഇറ്റ് വിൽ ബി ലൈക്ലി ദാറ്റ് ദ ഹെയർ ഓൺ ദ ടൈഗേഴ്സ് നെക്ക് വുഡ് ബി ഫ്ലാറ്റൻഡ് ബൈ ദ വയർ. പക്ഷെ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കെട്ടിയ ഭാഗത്ത് ടൈഗറിൻ്റെ രോമം പറ്റിക്കിടക്കും. സോ ദാറ്റ് വിൽ ബി എ പ്രോബ്ലം. മനസ്സിലാവും, ഒരു ഭാഗത്ത് മാത്രം ഈ ടൈഗറിൻ്റെ ഹെയർ ഇങ്ങനെ പൊങ്ങി നിൽക്കാതെ പറ്റിക്കിടക്കുന്ന സമയത്ത് മനസ്സിലാവും എന്തോ ഒരു ഫോൾട്ട് ഉണ്ടെന്നുള്ളത്. വിച്ച് വുഡ് ഗീവ് ദ ഹോൾ തിങ് എവേ. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ മൊത്തം ഭംഗിയും നഷ്ടപ്പെടും ആ സീനിൻ്റെ. വാട്ട് ഇഫ് വി ഫൗണ്ട് എ കോളർ മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ, ഫിക്സ് ദ വയർ ടു ദിസ് കോളർ ആൻഡ് ദെൻ ടൈഡ് ഇറ്റ് റൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്, ഐ സെഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഫൈൻഡ് എ കോളർ മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ. ടൈഗറിൻ്റെ സ്കിൻ കൊണ്ട് ഉണ്ടാക്കിയ ഒരു കോളർ സംഘടിപ്പിച്ചാൽ പോരെ എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഫിക്സ് ദ വയർ ടു ദ കോളർ. ആ വയർ കെട്ടിയതിന് ശേഷം ആ വയറിൻ്റെ മുകളിൽ എന്ത് ചെയ്യാം? കഴുത്തിൽ ടൈഗറിൻ്റെ സ്കിന്നും കൂടി കെട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഫൈൻ, ഐ സെഡ്. സത്യജിത് റേ സേസ്. ഇൻ എ വില്ലേജ് കോൾഡ് നോട്ടം ഗ്രാം വി ഫൗണ്ട് എ സ്യൂട്ടബിൾ ബാംബു ഗ്രove to film the first meeting between Goopy and Bagha and the appearance of the tiger. So നോട്ടം ഗ്രാം എന്ന് പറഞ്ഞൊരു വില്ലേജിൽ, ഒരു ഗ്രാമത്തിൽ ഞങ്ങൾ എന്ത് കണ്ടുപിടിച്ചു? വി ഫൗണ്ട് എ സ്യൂട്ടബിൾ ബാംബു ഗ്രove. ഞങ്ങൾക്ക് അനുയോജ്യമായൊരു മുളങ്കാട് ഞങ്ങൾ കണ്ടെത്തി. ടു ഫിലിം ദ ഫസ്റ്റ് മീറ്റിംഗ് ബിറ്റ്വീൻ ഗൂപ്പി ആൻഡ് ഭാഗ ആൻഡ് ദ അപ്പിയറൻസ് ഓഫ് ദ ടൈഗർ. ഗൂപ്പിയെയും ഭാഗയെയും അതിൻ്റെ കൂട്ടത്തിൽ ഈ ടൈഗറിനെ കാണിക്കുന്ന സീന് അവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. Mr.Thorat reached the shooting location with the tiger. Thorat ടൈഗറുമായി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തി. There were about 25 people in the location. 25 ആളുകൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. A few local people took our permission to go with us to watch how we tackle the tiger. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പരിസരവാസികൾ ഞങ്ങളെടുത്ത് സമ്മതം വാങ്ങിച്ചു. ഞങ്ങൾ എങ്ങനെയാണ് ഈ ടൈഗറിനെ ടൈം ചെയ്യുന്നത്, എങ്ങനെയാണ് മരിക്കുന്നത്, എങ്ങനെ ഞങ്ങൾ അതിനെ കൊണ്ട് ഈ സീൻസ് ഷൂട്ട് ചെയ്യുന്നുള്ളത് അറിയാൻ വേണ്ടി കുറച്ച് കൗതുകമുള്ള ഗ്രാമവാസികൾ ഞങ്ങളെ സമ്മതം വാങ്ങിച്ച് അവിടേക്ക് വന്നു. ദ കേജ് ഓൺ ദ ലോറി വാസ് കവേർഡ്. ലോറിയിൽ കൊണ്ടുവന്നിട്ടുള്ള കേജ് കവേർഡ് ആയിട്ട്, കവറിങ് ചെയ്തിട്ടായിരുന്നു വന്നിരുന്നത്.
When the cover was removed, we were surprised to see not one but two well-fed and robust tigers. പക്ഷേ ഈ ബോക്സ്, ഈ ടൈഗറിനെ കൊണ്ടുവന്ന കേജിൻ്റെ കവറിങ് മാറ്റിയ സമയത്ത് we were all surprised. ഞങ്ങൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. Because there were not only one tiger but two tigers were brought by Thorat. 2 ടൈഗറിനെയാണ് തൊറാട്ട് കൊണ്ടുവന്നിരുന്നത്. And also 2 well-fed and robust tigers. 2 നല്ല തീറ്റ കൊടുത്ത് വളർത്തിയ നല്ല ആരോഗ്യമുള്ള 2 ടൈഗേഴ്സ്. I decided to play it safe, Mr. Thorat explained. If one doesn't get it right, we can use the other. ഒരു ടൈഗർ കൊണ്ട് എടുത്തിട്ട് സീൻ ശരിയായില്ലെങ്കിൽ മറ്റേ ടൈഗറിനെ ഉപയോഗിച്ച് എടുക്കാം എന്നുള്ളൊരു ബാക്കപ്പ് പ്ലാനുമായിട്ടാണ് തൊറാട്ട് അവിടെ എത്തിയിരുന്നത്. We mounted the camera on its tripod and placed it so that it faced the bamboo grove. ഞങ്ങൾ ട്രൈപ്പോഡിൻ്റെ മേലെ ക്യാമറ മൗണ്ട് ചെയ്തു. മൗണ്ടിങ് മീൻസ് അതിൻ്റെ മുകളിൽ കയറ്റി ഫിറ്റ് ചെയ്യുന്നതിനാണ് മൗണ്ടിങ് എന്ന് പറയുക. ട്രൈപ്പോഡ് മീൻസ് നമ്മൾ ക്യാമറയിൽ വെക്കുന്ന 3 കാലുള്ള സ്റ്റാൻഡിനാണ് ട്രൈപ്പോഡ് എന്ന് പറയുക. എല്ലാവർക്കും അറിയാതെ. ആൻഡ് പ്ലേസ്ഡ് ഇറ്റ് സോ ദാറ്റ് ഇറ്റ് ഫേസ്ഡ് ദ ബാംബു ഗ്രൂവ്. ബാംബു ഗ്രൂവിനെ കുറ്റി ആ ഒരു മുളങ്കാട്ടിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ ക്യാമറ സെറ്റ് ചെയ്തു. The audience was instructed to get behind the camera and to stand as far back as possible. അവിടെ കൂടി ചെയ്യുന്ന ഓഡിയൻസിനോട് ഞങ്ങൾ എന്താവശ്യപ്പെട്ടു? ക്യാമറയ്ക്ക് പുറകിൽ വന്ന് നിൽക്കണം. എത്ര പുറകിലോട്ട് പോകാൻ പറ്റുമോ അത്രയും പുറകിലോട്ട് പോയി നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. We had to stay relatively close to the bamboo grove. And Goopy and Bagha too had to be within yards of the camera. For it was necessary to have at least one shot that showed them together with the tiger. കാരണം ഞങ്ങൾക്ക് താരതമ്യേന ബാംബു ഗ്രൂവിൻ്റെ വളരെ അടുത്ത് നിൽക്കേണ്ടിയിരുന്നു. ഗൂപ്പിയും ഭാഗയും ക്യാമറയിൽ നിന്നും കുറച്ചടി മാത്രം വിട്ടിട്ട് നിൽക്കണം. എന്നാലേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? We wanted to shoot the scene that tiger and Goopy and Bagha are in the same frame. ഒരേ ഫ്രെയിമിൽ ഗൂപ്പിയെയും ഭാഗയെയും കൂടുതൽ ടൈഗറിനെയും കൂടി കാണിക്കണമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി അടുത്ത് നിന്നിട്ട് ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നു. Mr. Thorat's men had fixed a 5-foot iron rod to the ground, about 30 feet from the area where the tiger was supposed to take a walk. So തൊറാട്ടിൻ്റെ ആളുകൾ ഒരു 5-foot iron rod, 5 ഫുട്ട് എന്നുള്ളൊരു അയൺ റോഡ് എന്ത് ചെയ്യുന്നു? ഗ്രൗണ്ടിൽ കുഴിച്ചിട്ടിരുന്നു. About 30 feet from the area where the tiger was supposed to take a walk. ഈ ടൈഗർ നടക്കേണ്ടിരുന്ന സ്ഥലത്തു നിന്നും 30 അടി അകലെയായിട്ട് വലിയൊരു അയൺ റോഡ് കുഴിച്ചിട്ടു. They took a thin long wire and fixed one end to the collar made of tiger skin that the tiger was already wearing. എന്ന് വെച്ചാൽ ടൈഗറിൻ്റെ കഴുത്തിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള ആ കോളറിൻ്റെ മേലെ ആ വയർ ഫിറ്റ് ചെയ്തിട്ട് ആ വയറിൻ്റെ മറ്റേ എൻഡ് ആ മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്ന അയൺ റോഡിൻ്റെ മേലെ ഘടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം ആ 30 മീറ്ററിലധികം, ആ 30 ഫീറ്റിലധികം, ഒരിക്കലും 30 അടിയിലധികം ടൈഗറിന് മൂവ് ചെയ്യാൻ പറ്റരുത്. അത്രയും വിട്ടിട്ടായിരിക്കണം ഇവർ നിൽക്കേണ്ടിയിരുന്നത്. അങ്ങനൊരു സേഫ്റ്റി മെഷേഴ്സ് എടുത്തു. The door of one of the cage was unfastened and Mr. Thorat called out the tiger. അങ്ങനെ ടൈഗറിനെ കൊണ്ടുവന്ന ആ കേജിൻ്റെ ഡോർ എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്തു മിസ്റ്റർ തൊറാട്ട്. And he called out the tiger. അയാൾ ടൈഗറിനെ വിളിച്ചു. It responded almost at once and sprang out of its cage to land on the open space outside. തൊറാട്ട് ടൈഗറിനെ വിളിക്കലും what was the reaction of the tiger? It sprang out of its cage. അത് അതിൻ്റെ കേജിൽ നിന്നും കുതിച്ചു ചാടി പുറത്തോട്ട്. To land on the open space outside. പുറത്തുള്ള വിശാലമായ സ്ഥലത്തോട്ടത് ചാടി ലാൻഡ് ചെയ്ത് നിന്നു. What followed was totally unexpected. അതിനുശേഷം സംഭവിച്ചത് തീർത്തും ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ കാര്യങ്ങളായിരുന്നു. One look at Mr. Thorat's startled and helpless face told us that he was as taken aback as the rest of us. ഒരു നിമിഷം നേരം ഞങ്ങൾ തൊറാട്ടിൻ്റെ മുഖം കണ്ടപ്പോൾ അയാളുടെ മുഖത്തുണ്ടായിരുന്ന startled and helpless. He was very confused, he was very sad, and he was very shocked and helpless. Face told us that he was as taken aback as the rest of us. അയാൾ ഞങ്ങളെല്ലാവരെയും പോലെ അയാൾക്കും ഒരു മാനസികമായിട്ടൊരു പിന്നോട്ടടിച്ച അവസ്ഥയായിരുന്നു ആ ഒരു ടൈഗറിൻ്റെ കാഴ്ചകൾ കണ്ടപ്പോൾ.
Instead of walking sedately in a dignified manner, the tiger started prancing around with a tremendous enthusiasm. സത്യം പറഞ്ഞാൽ ആ ടൈഗർ ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? ടു വാക്ക് സെഡേറ്റ്ലി ഇൻ എ ഡിഗ്നിഫൈഡ് മാനർ. സെഡേറ്റ്ലി മീൻസ് ശാന്തമായി, ഇൻ എ ഡിഗ്നിഫൈഡ് മാനർ, വളരെ അന്തസ്സുള്ള അതിൻ്റെ ഒരു ടൈഗറിൻ്റെ ഒരു ഗാംഭീര്യത്തോടു കൂടി നടക്കേണ്ട സീനായിരുന്നു ആവശ്യം. ടൈഗർ സ്റ്റാർട്ടഡ് പ്രാൻസിങ് അറൌണ്ട് വിത്ത് എ ട്രമൻഡസ് എന്തൂസിയാസം. പക്ഷെ ടൈഗർ എന്താ ചെയ്യുന്നത്? ഹി സ്റ്റാർട്ടഡ് പ്രാൻസിങ് അറൌണ്ട് മീൻസ് ജമ്പിങ് ആൻഡ് റോളിങ്. അത് ചാടിക്കൊണ്ടേയിരിക്കുകയാണ് ഗ്രൗണ്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് ട്രമൻഡസ് എന്തൂസിയാസം, ഭയങ്കരമായ ആവേശത്തോടു കൂടി. ഇറ്റ് ലെപ്റ്റ്, ഇറ്റ് ജംപ്ഡ്, ഇറ്റ് റോൾഡ് അബൌട്ട്, dragging his poor trainer who was desperately clutching the wire tied to the tiger's collar in a futile attempt to bring it under control. So എന്തൊക്കെയാ ടൈഗർ ചെയ്യുന്നത്? He started, it leapt means കുതിച്ചു ചാടുക, ലീപ്പിന്റെ പാസ്റ്റ് ടെൻസ് വിത്ത് റിഫോം. It leapt, it jumped, അത് ചാടി മറയുന്നു. Rolled about, rolled means എന്താ പറയാ, കാരണം മറയാന്നല്ല പറയുന്നത്. അതുപോലെ ടൈഗർ എന്ത് ചെയ്യാണ്? മണ്ണിലൂടെ ഉരുണ്ട് മറിഞ്ഞു കളിക്കുകയാണ്. ഡ്രാഗിങ് ഇറ്റ്സ് പുവർ ട്രെയിനർ ഹു വാസ് ഡെസ്പറേറ്റ്ലി ക്ലച്ചിങ് ദ വയർ. ദ ടൈഗർ വാസ് ഡ്രാഗിങ് ഇറ്റ്സ് പുവർ ട്രെയിനർ. പാവം ട്രെയിനറായിരുന്ന ഈ തൊറാട്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ചുകൊണ്ട്, മീൻസ് അയാൾ ഒരു സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യാണ്? അതിന്റെ വയറ് പിടിച്ചിട്ട് ടൈഗറിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ടൈഗർ അതിന്റെ സകല ശക്തി എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുതിച്ചു ചാടുകയും ഉരുണ്ട് മറിയുകയും ചെയ്യുമ്പം അതിന്റെ ട്രെയിനറും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരുന്നു. He tried to clutch the wire tied to the tiger's collar in a futile attempt. അല്ലെ, അദ്ദേഹത്തിന്റെ സക്സസ് ആവാത്ത അറ്റംപ്റ്റ്, ദാറ്റ് ഈസ് ഫ്യൂട്ടൈൽ അറ്റംപ്റ്റ് ടു ബ്രിങ് ഇറ്റ് അണ്ടർ കൺട്രോൾ. അതിനെ വരുതിയിൽ വരുത്താൻ വേണ്ടി അയാൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് അതിൽ വിജയിക്കാനായില്ല. We stood around foolishly watching a new and strange kind of circus which we were getting to see for free. ഞങ്ങൾ എല്ലാവരും എങ്ങനെ നിന്നു? ഫൂളിഷ്ലി, വി ഡോണ്ട് നോ വാട്ട് ടു ഡു നെക്സ്റ്റ്. എന്ത് ചെയ്യുന്നറിയാതെ വളരെയധികം നിരാശരായി ഞങ്ങൾ വിഡ്ഢികളെ പോലെ നോക്കി നിന്നു. വാച്ചിങ് എ ന്യൂ ആൻഡ് സ്ട്രേഞ്ച് കൈൻഡ് ഓഫ് സർക്കസ്, വളരെ വിചിത്രമായ പുതിയ തരം ഒരു സർക്കസ് കാണുന്ന ഒരു പ്രതീതിയായിരുന്നു ഞങ്ങൾക്ക്. വിച്ച് വി വർ ഗെറ്റിംഗ് ടു സീ ഫോർ ഫ്രീ, തികച്ചും ഫ്രീ ആയിട്ട് ടിക്കറ്റ് എടുത്ത് കാണേണ്ട സർക്കസ് ഇവിടെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കാണുന്നൊരവസ്ഥ. ദ ക്യാമറ വാസ് സ്റ്റിൽ സ്റ്റാൻഡിങ് ഓൺ ഹിസ് 3 legs. ക്യാമറ എപ്പോഴും ആ ട്രൈപോഡിന്റെ മുകളിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. സ്റ്റാരിങ് ഇൻ ടു ദ വൂഡ്, കാട്ടിലോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ക്യാമറ. ദ ടൈഗർ വാസ് ഷോയിങ് നോ സൈൻ ഓഫ് മേക്കിംഗ് ഇറ്റ്സ് വേ ദർ. പക്ഷേ ടൈഗർ ആ ക്യാമറയുടെ മുമ്പിലോട്ട് വരുന്ന യാതൊരു ലക്ഷണങ്ങളും കാണുന്നില്ല. വൺസ് ദ ടൈഗർ ഹാഡ് കാംഡ് ഡൗൺ വി മാനേജ്ഡ് ടു ടേക്ക് ദ ഫ്യൂ ഷോട്ട്സ് വി നീഡഡ്. അങ്ങനെ കുറെ സമയത്തിന് ശേഷം എന്ത് ചെയ്തു? ടൈഗർ ഒന്ന് അടങ്ങിയപ്പോൾ വി മാനേജ്ഡ് ടു ടേക്ക് ഫ്യൂ ഷോട്ട്സ് വി നീഡ്, ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് ഷോട്ട്സ് ഞങ്ങൾ എടുത്തു. ദിസ് ഷുഡ് ഹാവ് ബീൻ ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. ഒരു പക്ഷെ അവിടെ തീരേണ്ടതായിരുന്നു ഈ കഥ. ബട്ട് എന്നിരുന്നാലും when we returned to Calcutta and looked at the scenes with the tiger, we realized that the camera had failed to work properly. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു? കൽക്കട്ടയിലേക്ക് എത്തിയതിനു ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ക്യാമറ കൃത്യമായിട്ട് ആ സമയത്ത് പ്രവർത്തിച്ചിരുന്നില്ല. ഞങ്ങൾക്ക് വേണ്ട സീനുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ദ ഷോട്ട്സ് were too dark. ഞങ്ങൾ എടുത്ത ഷോട്ട് എന്തായിരുന്നു? വളരെ ഇരുണ്ടുപോയിരുന്നു. So much so that the tiger was merging almost completely with the background of the trees and leaves. അതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടായി? ഇരുണ്ടുപോയ കാരണം ഈ ടൈഗർ ഓൾറെഡി നമുക്കറിയാം ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ സിനിമയുടെ കാലഘട്ടമാണ്. സോ ഈ ടൈഗർ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇലകളും കാടും ഒക്കെ ആയിട്ട് എന്തായിപ്പോയി? മേർജ് ആയിപ്പോയി. ആ സീന് മിക്സ് ആയിപ്പോയി. ടൈഗറിനെ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ സീന് കാണുമ്പം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അല്ലേ. അന്നത്തെ കാലഘട്ടം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ പോലത്തെ അത്രയും എന്തല്ല ഡിജിറ്റലി നമ്മൾ അഡ്വാൻസ്ഡ് അല്ല. ഇന്ന് നമുക്കറിയാം ഷൂട്ടിങ്ങിനിടയിൽ അല്ലേ ഒരു എന്താണ് സ്ക്രീനകത്ത് ഡയറക്ടറിനെല്ലാം കാണാൻ വേണ്ടി സാധിക്കും. ഈ ക്യാമറമാൻ എന്തെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട് അതെല്ലാം താഴെ ഒരു സ്ഥലത്ത് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നിട്ട് ഡയറക്ടറിന് കാണാനും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും അപ്പോൾ തന്നെ ഷോട്ടുകൾ എത്ര വട്ടം വേണമെങ്കിലും മാറ്റിയെടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ കഴിയുന്ന ഒരു കാലത്ത് നമ്മൾ ഇന്ന് ജീവിക്കുന്നെങ്കിൽ അന്നത്തെ അവസ്ഥ തികച്ചും വ്യത്യസ്തമായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഷൂട്ട് ചെയ്ത് തിരിച്ച് കൽക്കട്ടയിലുള്ള സ്റ്റുഡിയോയിലൊക്കെ എത്തി ഈ സാധനം കോപ്പി ചെയ്തിട്ട് നോക്കുന്ന സമയത്താണ് എന്ത് ഞങ്ങൾക്ക് വേണ്ട സീന് കിട്ടിയിട്ട് പോലുമില്ല. അത്രയും കഷ്ടപ്പെട്ടെടുത്ത സീനായിട്ട് പോലും
അതൊന്നും ക്ലിയർ ആയിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞു. വി ഹാഡ് ടു ഷൂട്ട് ദ സീൻസ് ഓൾ ഓവർ അഗെയിൻ. ഞങ്ങൾക്ക് ആ സീനുകളൊക്കെ വീണ്ടും ഒരിക്കൽ കൂടെ ഷൂട്ട് ചെയ്യേണ്ടി വന്നു. വി സ്പോക്ക് ടു മിസ്റ്റർ Thorat ആൻഡ് ഹി അഗ്രീഡ് ടു ഗിവ് ഇറ്റ് അനദർ ഗോ. മിസ്റ്റർ Thoratുമായി വീണ്ടും സംസാരിച്ചു. ഒരു വട്ടം കൂടെ ശ്രമിക്കാമെന്ന് അദ്ദേഹവും ഉറപ്പ് നൽകി. വി ഫൗണ്ട് അനദർ ബാംബു ഗ്രൂവ് ക്ലോസർ ടു കൽക്കട്ട ഇൻ എ വില്ലേജ് കോൾഡ് ബോറൽ. ഈ പ്രാവശ്യം കുറച്ചും കൂടി അടുത്തുള്ള, കൽക്കട്ടയിൽ നിന്നും കുറച്ചും കൂടി അടുത്തുള്ള ഒരു സ്ഥലത്ത് ബോറൽ എന്ന് പറഞ്ഞൊരു വില്ലേജിൽ ഒരു ബാംബു ഗ്രൂവ് ഞങ്ങൾ കണ്ടെത്തി. ദ ലോറി അറൈവ്ഡ് വൺസ് മോർ. ഒരിക്കൽ കൂടെ ലോറി വരുന്നു വിത്ത് മിസ്റ്റർ Thorat, കൂടെ മിസ്റ്റർ Thoratും. ദ ടൈഗർ, ദ സ്റ്റീൽ വയർ, ദ സ്പെഷ്യൽ കോളർ ആൻഡ് ദി അയൺ റോഡ്. അതിൻ്റെ കൂട്ടത്തിൽ, ഈ Thoratന്റെ കൂട്ടത്തിൽ ടൈഗർ വരുന്നു, സ്റ്റീൽ വയർ ഉണ്ട്, സ്പെഷ്യൽ കോളർ ഉണ്ട് ആൻഡ് ദി അയൺ റോഡ്. ഇത്രയും സാധനങ്ങൾ വന്നു. ആൻഡ് വിത്ത് ദ ലോറി കെയിം ദ ഹോൾ വില്ലേജ്. ആ ലോറിയുടെ കൂട്ടത്തിൽ ആ ബോറൽ ഗ്രാമം മുഴുവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഷൂട്ടിങ്ങിന് കാണാൻ വേണ്ടി വന്നു. വി ടോൾഡ് ദ വില്ലേജേഴ്സ് ദാറ്റ് ദേ ഷുഡ് സ്റ്റാൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 70 feet. 70 അടി ദൂരെയായിട്ട് നിൽക്കണമെന്ന് ഞങ്ങൾ ആ ഗ്രാമവാസികളോട് ആവശ്യപ്പെട്ടു. നോ വൺ പെയ്ഡ് എനി അറ്റൻഷൻ ടു വാട്ട് ദേ വർ ടോൾഡ്. അവരോട് പറഞ്ഞ ഈ നിർദ്ദേശങ്ങളൊന്നും ഒരാൾ പോലും അനുസരിച്ചില്ല. ദ എൻറ്റയർ ക്രൗഡ് മൂവ്ഡ് ആസ് ക്ലോസ് ടു ദ ക്യാമറ ആസ് ദേ കുഡ്. അവർക്ക് എത്ര ക്യാമറയുടെ അടുത്ത് നിൽക്കാൻ സാധിക്കുമോ അത്രയും അടുത്ത ആളുകൾ നിന്നു. വി കുഡ് നോട്ട് അഫോർഡ് ടു വേസ്റ്റ് എനി മോർ ടൈം എക്സ്പ്ലെയിനിങ് ആൻഡ് ആർഗ്യൂയിങ്. ഇനി അവരോട് വിശദീകരിച്ചിട്ടും തർക്കിച്ചിട്ടും സമയം കളയാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. സോ വി ഗോട്ട് ദ ക്യാമറ റെഡി ആൻഡ് സിഗ്നൽഡ് ടു മിസ്റ്റർ Thorat. അങ്ങനെ ക്യാമറ സെറ്റ് ചെയ്ത ശേഷം ഞങ്ങൾ മിസ്റ്റർ Thoratന് സിഗ്നൽ കൊടുത്തു. എന്തിനു വേണ്ടി? ടൈഗറിൻ്റെ കേജ് തുറന്ന് ടൈഗറിനെ പുറത്തുവിടാൻ വേണ്ടി. ഹി ഓപ്പൺ ദ ഡോർ ഓഫ് ദ കേജ്. Thorat കേജ് തുറന്നു. The instant the door opened with a clang, our tiger emerged with a loud roar and charged straight at the villagers gathered behind the camera. So, ഈ ഡോർ തുറക്കേണ്ട ആ നിമിഷം തന്നെ the door opened with a clang. Clang means the sound of opening the door. It's a steel cage. So, അതിൻ്റെ ഡോർ തുറക്കുമ്പോണ്ടായ ശബ്ദം അത് കേൾക്കലും ടൈഗർ emerged with a loud roar. വലിയ ഗർജനത്തോടു കൂടി സിംഹം എന്ത് ചെയ്തു? ഇറ്റ് ചാർജ് സ്ട്രേറ്റ്. സിംഹല കടുവ എന്ത് ചെയ്തു? ഇറ്റ് ചാർജ് സ്ട്രേറ്റ് അറ്റ് ദ വില്ലേജേഴ്സ് ഗേതേർഡ് ബിഹൈൻഡ് ദ ക്യാമറ. അത് ചാർജ് ചെയ്തു. ചാർജിങ് മീൻസ് കുതിച്ചു. എങ്ങോട്ട് കുതിച്ചു? ഈ ക്യാമറയ്ക്ക് തൊട്ട് പുറകിൽ നിൽക്കുന്ന ആളുകളെ എല്ലാം കൂടെ കണ്ടപ്പം ടൈഗറിന് ഇറ്റ് മേ ബി വെരി മച്ച് എക്സൈറ്റഡ്. ചാടി അങ്ങോട്ട് വന്നു ക്യാമറയുടെ മുമ്പിലോട്ട്. ദ ക്രൗഡ് കൺസിസ്റ്റിംഗ് ഓഫ് about 150 people melted away as if by magic. അവിടെ ഞങ്ങളുടെ കൂടുതൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്ന 150 പേരും ഏതുപോലെ ഇല്ലാണ്ടായി? they melted away മീൻസ് അവർ അലിഞ്ഞില്ലാതായി പോയ പോലെ. ആസ് ഇഫ് എ മാജിക്. അല്ലെ, സർക്കസിലെല്ലാം മാജിക് കാണിക്കുന്ന പോലെ അവിടെ ഉണ്ടായിരുന്ന കാണാൻ വന്ന ആളുകളെല്ലാം ഒറ്റ ഞൊടിയിടയിൽ നിമിഷ നേരം കൊണ്ട് അവരെല്ലാം അവിടുന്ന് അപ്രത്യക്ഷരായി. ആഫ്റ്റർ ദാറ്റ് ഗ്രേറ്റ് ബേസ്റ്റ് ഓഫ് എനർജി ദ ടൈഗർ കാംഡ് ഡൗൺ വെരി ക്വിക്ക്ലി. അങ്ങനെ ഈ വലിയ അതിൻ്റെ ഉത്സാഹവും ഈ എനർജിയും ശക്തിയെല്ലാം കാണിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ടൈഗർ ഒന്ന് അടങ്ങി. ലൈക്ക് ആൻ ഒബീഡിയന്റ് ചൈൽഡ് ഇറ്റ് വാക്ക്ഡ് ഓവർ ടു ദ സ്പോട്ട് വി ഹാഡ് ചൂസൺ. വളരെ അനുസരണ ഒരു കുട്ടിയെ പോലെ എന്ത് ചെയ്തു? ഇറ്റ് വാക്ക്ഡ് ഓവർ ടു ദ സ്പോട്ട് വി ഹാഡ് ചൂസൺ. ഞങ്ങൾ ആ ഷൂട്ടിംഗ് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലത്തോട്ട് ടൈഗർ മെല്ലെ ഒരു ഒബീഡിയൻ്റായ അനുസരണയുള്ള കുഞ്ഞിനെ പോലെ നടന്നു. പേസ്ഡ് അബൌട്ട് ക്വയറ്റ്ലി ആസ് ഇറ്റ് വാസ് റിക്വയർഡ്. എങ്ങനെ അത് നടക്കേണ്ടിയിരുന്നോ അങ്ങനെ വളരെ ശാന്തമായി അത് നടന്നു. ആൻഡ് ദെൻ ആംബിൾഡ് ബാക്ക് ടു ഇറ്റ്സ് ട്രെയിൻ. എങ്ങോട്ട് ചെന്നു? തിരിച്ച് അതിൻ്റെ ട്രെയിനിൻ്റെ അടുത്തോട്ട് ചെന്നു. ഈവൻ ദ ക്യാമറ ബിഹേവ്ഡ് ദിസ് ടൈം. ഈ സമയം ക്യാമറയും ഞങ്ങളോട് നല്ല രീതിയിൽ പ്രതികരിച്ചു. വിച്ച് വി റിയലൈസ്ഡ് 2 days later when we returned to Calcutta and saw the scenes we had shot. ഇത് ഞങ്ങൾ അറിയുന്നത് കൽക്കട്ടയിലേക്ക് ഞങ്ങൾ 2 ദിവസത്തിന് ശേഷം തിരിച്ചെത്തുകയാണ്. അവിടെ വെച്ച് ഈ സീനുകൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വളരെ നല്ല രീതിയിൽ ആ ഷോട്ട് ഞങ്ങൾക്ക് ലഭിച്ചെന്ന് മനസ്സിലായി. സോ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.